ഹലോ, വെൽക്കം ടു നോ ലിമിറ്റ് സിന്ധു. ഇന്ന് നമുക്ക് ഒരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കാമേ. അതിന് വേണ്ടി ഒരു 1/2 കിലോ മത്തി കിട്ടിയിട്ടുണ്ട്. നന്നായി വൃത്തിയാക്കി കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 4 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ചധികം കറിവേപ്പില എടുത്തോ, അതായത് ഈ 3 തണ്ട് അത്രയും എടുത്തിട്ട് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം, നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഇത് വേറെ ഒരു മസാലകളും ഒന്നുമില്ല, പുളിയില്ല, സവോളകളില്ല, ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റാണ് ഇതിന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരുപാട് മസാലകളും അതും ഇതുമൊക്കെ ഇട്ട് നമ്മളിതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഫ്ലേവറും എല്ലാം പോയിപ്പോവും. ഇതിപ്പോൾ ഈ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ ഒരു ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമേ വേണ്ടുള്ളൂ. ഈ മിക്സിയിൽ പൊടിച്ചത് ഇതിലോട്ടിടുക, എന്നിട്ട് അതിന് വേണ്ടുന്ന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആ മിക്സിയിൽ തന്നെ ആ വെള്ളം എടുത്ത് ഒഴിക്കുക, എന്നിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക. നമ്മൾ നന്നായി തിളച്ച് വന്ന് കണ്ടോ, നന്നായി തിളച്ച് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിച്ച് നിർത്താം. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് എണ്ണ പ്രയോഗം. ഇതൊന്ന് കൂട്ടി നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണേ. ചോറിന് ഒരു കറിയും അല്ലെങ്കിൽ കറി തന്നെ വേണ്ട, നമുക്കൊരു ഉപ്പേരിയും ഈ ഒരു മത്തീൻ്റെ വറ്റിച്ചതും മതി. ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കേണ്ട പുളിയും ഇതൊന്നും ചേരാത്തതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഒന്ന് കൂട്ടി നോക്ക്, ഉണ്ടാക്കി നോക്ക്, അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സ്നേഹം തരണേ, മറക്കരുതേ. താങ്ക് യു.